നിങ്ങൾ ചോദിക്കുന്നത് ഉമർ എന്നവർ 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിരുന്നതിനെ പറ്റിയാണ്. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, നല്ല ബിദ്അത്ത് എന്ന് എൻ്റെ വാചകം അതല്ലേ, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് ഉമർ എന്നവർ പറഞ്ഞത്. ഈ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന വാക്യം ഉമർ പറഞ്ഞു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ കൂടി പ്രമാണമാണ് ഇജ്മാഅ്. ആ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ 20 റക്അത്താണ് നമസ്കരിക്കാൻ കൽപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലപ്പുറം നിങ്ങൾ മുവത്തയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് കേവലം ഒരു ഖബർ വാഹിദിന്റെ റിപ്പോർട്ട് മാത്രമാണ്. ഖബർ വാഹിദിന്റെ റിപ്പോർട്ട് 20 റക്അത്താണെന്നും ഉണ്ട്, മുവത്തയിൽ തന്നെയുണ്ട്. അതിനേക്കാൾ ബലമുള്ള ഖത്ഈയായ ഒരു ദലീൽ, ഗംഭീരമായ പ്രമാണമാണ് ഇജ്മാഅ് എന്ന് ഞാൻ പറഞ്ഞത്. 4 മദ്ഹബിന്റെയും ഇജ്മാഅ് ആവുന്നു ഉമർ എന്നവർ 20 റക്അത്താണ് നമസ്കരിക്കാൻ നിർദ്ദേശിച്ചതും അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പായതും. തറാവീഹ് 20 റക്അത്ത് ഉണ്ട് എന്നതും ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇജ്മാഅ് ആണ്. ഇജ്മാഅിനേക്കാൾ വലുതല്ല നിങ്ങൾ ഉദ്ധരിച്ച ആ ഉദ്ധരണി. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിലെ ഉദ്ധരണി പോലെ 20 റക്അത്ത് കൊണ്ട് കൽപ്പിച്ചു എന്നും നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ചിലത് സ്വഹീഹാണ്, ചിലത് സ്വഹീഹല്ല. സ്വഹീഹാണെങ്കിൽ തന്നെ അത് ഖബർ വാഹിദാണ്. ഖബർ വാഹിദിനേക്കാൾ വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് 4 മദ്ഹബിന്റെയും ഏകോപിച്ച ഇജ്മാഅ് ആകുന്നു എന്ന്. നിങ്ങൾ അറബി പദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിലും വലിയ പ്രമാണ പറഞ്ഞത്, അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നമസ്കരിച്ചതിനായി സഹീഹായ ഒരു ഉദ്ധരണി ഉദ്ധരിക്കാമോ? സ്വഹീഹായ ഹദീസിനേക്കാൾ പ്രബലമായ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഇജ്മാഇലും വലിയ സ്വഹീഹായ ഹദീസ് ഇല്ല. ഇജ്മാഅ് ആണ് ഏറ്റവും വലിയ പ്രമാണം. ആ ഇജ്മാഅ് കൊണ്ടാണ് ഖുർആനാണെന്ന് മനസ്സിലാവുക. ഇജ്മാഅ് കൊണ്ടാണ് ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസാണെന്ന് മനസ്സിലാവുക. ഈ ഹദീസിന്റെ കിതാബുകൾ ആ ഇന്ന ആളുടെ കിതാബാണെന്ന് വ്യക്തമാവുക ഇജ്മാഅ് കൊണ്ടാണ്. ആ വൻ പ്രമാണം ഞാൻ പറഞ്ഞു തന്നിട്ട് അതിലും ചെറിയ പ്രമാണമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഉദ്ധരിച്ച പ്രമാണത്തെ എതിർക്കാൻ പോകുന്നതല്ല നിങ്ങൾ ഉദ്ധരിക്കുന്ന ഖബർ വാഹിദിന്റെ ഹദീസ്. സംസാരിച്ചോളൂ. ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ച ആ റിപ്പോർട്ടിൽ 20 റക്അത്ത് എന്നുള്ള ഉണ്ടോ, അഥവാ അതെങ്ങനെ ഇബാറത്ത് അതിലുണ്ടോ? അത് ഞാൻ വായിച്ചിട്ടില്ല. നിഅമത്തുൽ ബിദ്അത്തു എന്ന് ഇമാം അവർകൾ പറഞ്ഞത് ഹാദിഹി എന്ന് പറഞ്ഞത് കാണിച്ചിട്ടാണല്ലോ. അത്രേ ഉള്ളൂ, അതിൽ 20 ഇല്ല. പറയുമ്പോൾ സംസാരിക്കില്ല. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് ബഹുമാനപ്പെട്ട ഉമർ എന്നവർ പറഞ്ഞത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തറാവീഹിനെ പറ്റിയാണ്. ആ തറാവീഹ് 20 റക്അത്താണെന്ന് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, അതിലും വലിയ പ്രമാണമില്ല. ഓക്കെ.